പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച ദിവസം ഇന്നലെ നമ്മളുടെ മനസ്സിൻ്റെ ശുശ്രൂഷകൾ രാവിലെ കഴിഞ്ഞു. നല്ല തീഷ്ണവതികളായിട്ടുള്ള ചമ്മച്ചന്മാരാണ്. ശരിക്കും ഈ ചെറുപ്പക്കാർ അവരുടെ കൂടെ ശരിക്കും കർത്താവിന് ഞാൻ ഈ കണ്ട ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ശക്തമായിട്ട് ഒരു വർഷിപ്പ് ചെയ്യുന്നു, പാടി ആരാധിക്കുന്നു. എന്തെന്നില്ലാത്ത ശരിക്കും ഈശോ നൽകിയ ദൈവവിളിയെ ശരിക്കും സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ. 17 വയസ്സ് 18 വയസ്സൊക്കെയാണ് അവരുടെ പ്രായം. ശരിക്കും നല്ല തീഷ്ണതകളായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു കോട്ടാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അതിൽ കൊച്ചുത്രേസ്യ പറയുന്നത് 24 വയസ്സ് വരെയാണ് കൊച്ചുത്രേസ്യ ജീവിച്ചിട്ടുള്ളത്, നമുക്ക് അറിയാമല്ലോ. അവിടെ കൊച്ചുത്രേസ്യ പറയാണ്, ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂശയിൽ എൻ്റെ ആത്മാവിന് പാകത വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, കൊടുങ്കാറ്റിനാൽ ദൃഢത പ്രാപിച്ച പുഷ്പത്തെ പോലെ ഞാനിപ്പോൾ തല ഉയർത്തി നിൽക്കുകയാണ്. അതായത് ഒരു ആത്മാവിനെ ശരിക്കും അതിനെ കൊണ്ട് ബലപ്പെടുത്തുന്നത് ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങൾ, പീഡകൾ, ഒന്നിനോടൊന്നായിട്ട് ഇഷ്യൂസൊക്കെ വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആത്മാവിൻ്റെ പ്രത്യേകത. അവൻ പവർഫുള്ളായി അവൻ ശരിക്കും അതുപോലെ ഒരു പാകത വന്നിട്ടുണ്ട്. കൊച്ചുത്രേസ്യ പറയല്ല, പാകത വന്നിട്ട് തൊട്ടാവാടിയല്ല. പല ജീവിതത്തിൽ പല സംഘർഷങ്ങളും ദുരന്തങ്ങളും ഒക്കെ വരുമ്പോഴും അവനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. അവൻ്റെ മൂഡ് സ്വിങ് വരില്ലേ അവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ മൂഡ് സ്വിങ് എന്നൊക്കെ പറയണതില്ലേ, അതായത് പെട്ടെന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ. അല്ല, അവൻ ശരിക്കും നമ്മുടെ ഒരു നല്ല നമ്മുടെ ഈ BMW ബെൻസിലൊക്കെ പോകുമ്പോൾ സാധാരണ മാരുതി കാറിൽ പോകണ പോലെയല്ല. ഇപ്പോൾ മാരുതിയുടെ പണ്ട് നമ്മുടെ ഓൾട്ടോ, ഇപ്പോഴത്തെ നല്ല കുറച്ചുകൂടി നല്ല വണ്ടികളാണെങ്കിൽ, പക്ഷേ ഈ ഓൾട്ടോ പോലത്തെ വണ്ടികൾ പോകണമെങ്കിൽ ഇങ്ങനെ കിടന്ന് ജർക്ക് ചെയ്യും അല്ലേ. പക്ഷേ അതേസമയം ബെൻസ് അല്ലെങ്കിൽ നല്ല കനുള്ള വണ്ടികളൊക്കെ ആണെങ്കിലും ഉണ്ടാവും അതിനൊരു അത് ഗട്ടറുള്ള റോഡാണെങ്കിലും നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഇതുപോലെയാണ് ശരിക്കും ഒരു ഇരുത്തം. പ്രിയ സഹോദരങ്ങളെ, അതാണ് പറയുന്നത്, ബാഹ്യവും ആന്തരികവുമായ ക്ലേശങ്ങളുടെ മൂശയിൽ എൻ്റെ ആത്മാവിന് പാകത വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? കൊടുങ്കാറ്റ് പോലെ പ്രശ്നങ്ങൾ വന്നാലും കൊടുങ്കാറ്റിനാൽ ദൃഢത പ്രാപിച്ച, അപ്പം ആ പുഷ്പത്തിൻ്റെ അവസ്ഥ, കൊടുങ്കാറ്റിനാൽ ദൃഢത പ്രാപിച്ച പുഷ്പത്തെ പോലെ ഞാനിപ്പോൾ തല ഉയർത്തി നിൽക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കൊച്ചുത്രേസ്യയുടെ പ്രത്യേകം മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. നമ്മളുടെയൊക്കെ ഒരു ക്യാരക്ടർ നോക്കി തൊട്ടാവാടി സ്വഭാവം അല്ലെ, ആരെങ്കിലും ഒന്ന് നോക്കി പറഞ്ഞു പിച്ചി മാന്തി എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമ്മളങ്ങോട്ട് തളർന്നു പോകും. അല്ലെങ്കിൽ എൻ്റെ പങ്കാളി എന്നെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ അധികാരി എന്നെ നോക്കിയില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല. ഈ വക കുഞ്ഞു അത് ശരിക്കും ഈ ദൃഢത പ്രാപിക്കാത്തതാണ്. നമ്മുടെ ആത്മാവ് വേണ്ട വിധത്തിൽ ആത്മാവിന് പാകത വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ശരിക്കും ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥതയിൽ കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മളങ്ങോട്ട് പിണക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരിക്കും ആത്മാവിൻ്റെ അവസ്ഥ കുറേ കൂടി ഞങ്ങൾക്ക് ഒരു ദൃഢതയുള്ളൊരു ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കുറേ കൂടി പ്രതികൂലങ്ങളിൽ അതിശക്തമായിട്ട് നിൽക്കാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.